ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ശരീരത്തിൽ ജലാംശം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്. നിങ്ങൾക്കറിയാമോ നമ്മുടെ ശരീരത്തിൽ എത്ര % ജലാംശം ഉണ്ടെന്നുള്ളത്? അത് ഒരു ചെറുപ്പക്കാരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിയർ അബൌട്ട് 70 to 80, അതായത് 70 മുതൽ 80% വരെ ജലാംശം ഉണ്ട്. എന്നാൽ പ്രായം അല്പം ആയവരിൽ, അതായത് വൃദ്ധരിൽ, അത് 40 മുതൽ 50-55% വരെയാണ് ഉള്ളത്. എന്താണ് ഈ ജലാംശത്തിൻ്റെ പ്രാധാന്യം? എന്താണ്? നമുക്ക് ഒന്നൊന്നായി നോക്കാം. ഒന്ന്, ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, അതായത് ശരീര ഊഷ്മാവ് നിലനിർത്തുന്നത് ഈ ജലാംശത്തിൻ്റെ ഫലമായിട്ടാണ്. വേർത്ത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നിലനിർത്താൻ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ജലാംശമാണ്. 2, ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രീഷ്യൻസ് ആൻഡ് ഓക്സിജൻ, അതായത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് ഓക്സിജൻ എത്തിക്കുന്നു. അത് കഴിഞ്ഞ് ന്യൂട്രീഷ്യൻസ് എത്തിക്കുന്നു, വൈറ്റമിൻസ് എത്തിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് റിമൂവൽ ഓഫ് വേസ്റ്റ്. ശരീരത്തിൽ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സാധനമാണ് വേസ്റ്റ്. ഈ വേസ്റ്റ് ശരീരത്തിൽ കെട്ടിക്കിടന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനെ കൃത്യമായിട്ട് പുറത്തെത്തിക്കുന്നത് ജലാംശം ആവശ്യത്തിന് ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ തൊലിയുടെ ആരോഗ്യം, സ്കിന്നിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. സ്കിന്നിൻ്റെ ആരോഗ്യം, ജലാംശം ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ അത് സ്കിൻ വറ്റി വരേണ്ട ഡ്രൈ സ്കിന്നായിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് വരുന്നത് ഇറ്റ് സപ്പോർട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് ശരീരത്തിൻ്റെ എല്ലാവിധമായ പ്രവർത്തനത്തെയും നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ജലാംശം ആവശ്യത്തിന് കൂടിയേ കഴിയൂ. അതുകൊണ്ട് ദയവായി നിങ്ങൾ വെള്ളം കുടിക്കുക, ഇഷ്ടംപോലെ കുടിക്കുക, എന്നിട്ട് ആരോഗ്യവാന്മാരായിരിക്കുക. താങ്ക് യു.